നമ്മുടെ ഈ വർക്കിംഗ് കൾച്ചർ ജർമ്മനിയിൽ എങ്ങനെയാണ്? ശരിക്കും ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള വർക്കിംഗ് കൾച്ചറാണ്. അപ്പം ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വർക്കിംഗ് കൾച്ചർ എങ്ങനെയാണ്? അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? തീർച്ചയായിട്ടും നമ്മൾ ജർമ്മനിക്ക് പോകണം എന്ന് പറയുന്നതിന് മെയിൻ കാരണം തന്നെ സത്യത്തിൽ എന്താണ്, ഈ വർക്കിംഗ് കൾച്ചറാണ്. യൂറോപ്പിലെ വർക്കിംഗ് കൾച്ചർ. നമുക്കറിയാം, ഗൾഫിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും, നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും. പക്ഷേ എല്ലാ രാജ്യങ്ങളും വളരെ കംഫർട്ടബിളായ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ അല്ലോ. അവരുടെ കൾച്ചറിൻ്റെ ബേസിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ യൂറോപ്പിൽ നമുക്ക് 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി. നമുക്ക് ഒരാഴ്ചയെ 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ഓൺ ഗോൾ ഡ്യൂട്ടിയോ നമ്മൾ നിർബന്ധിക്കത്തില്ല. ഓൺ ഗോൾ ഡ്യൂട്ടി ചെയ്ത് ഇന്ന് വന്നിരിക്കണം എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. പ്രോപ്പർ ടൈമിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് ഇറങ്ങി പോകാൻ സാധിക്കും. ഒരു നേഴ്സ് ഒരു പേഷ്യൻറ്റിനെ നോക്കുന്നുണ്ടെങ്കിൽ ആ നേഴ്സിനാണ് പലപ്പോഴും ഫുൾ അതോറിറ്റി, ഈവൻ ഡോക്ടേഴ്സിന് പോലും അല്ല. ഇപ്പോൾ നേഴ്സ് എൻ്റെ പേഷ്യൻ്റ് ഇന്ന് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ഡോക്ടേഴ്സിന് പോലും അത് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഡോക്ടറും നേഴ്സിനകത്ത് ഡോക്ടർ സുപ്പീരിയറും നേഴ്സ് ഇൻഫീരിയറും ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അതുപോലെ നമുക്ക് ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ നമുക്കറിയാം ഇൻചാർജ് പോലുള്ള ആൾക്കാർക്ക് ഒരു പരിധി കൂടെ ഭരിക്കാനൊന്നും സാധിക്കത്തില്ല. ബിക്കോസ് ദ ട്രീറ്റ് എവ്രി വൺ ഈക്വലി. അത് പ്രസിഡന്റ് മുതൽ തൂപ്പുകാരനെ വരെ ഈക്വൽ ആയി ട്രീറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് കൾച്ചർ അതിമനോഹരമായ രാജ്യങ്ങളൊന്നാണ് ജർമ്മനി എന്ന് പറയുന്നത്. റേസിസം വളരെ കുറവാണ്. മാത്രമല്ല 80% മുകളിൽ ആൾക്കാരും സ്ത്രീകൾ ജോലി ചെയ്യുന്നതാണ് നമ്മുടെ എന്താണ് ഈ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. നഴ്സുമാർ 80% സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അവർക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റും. നൈറ്റ് ട്രാവൽ വളരെ സേഫായ രാജ്യങ്ങളിലൊന്നാണ്. ഇത് കൂടാതെ എനിക്കൊന്ന് ആദ്യത്തെ 5 രാജ്യങ്ങളൊന്ന് ഹാപ്പി ഇൻഡെക്സിൽ, നമ്മുടെ ഇന്ത്യ ഏതാണ് 110-ാമതായപ്പോൾ ഹാപ്പി ഇൻഡെക്സിൽ ആദ്യത്തെ 5 രാജ്യങ്ങളോ മറ്റോ ഉൾപ്പെടുന്ന ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ അമേസിംഗ് ആയിട്ട് ചെയ്യുന്ന, വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ 40 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് ബാക്കി സമയം കുട്ടികൾക്കൊപ്പോ ഫാമിലിക്കൊപ്പം ഇവർക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്നവരൊക്കെ പ്രത്യേകിച്ച് ഒരിക്കലെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലമാണ് ജർമ്മനി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും.